ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഈഗിൾ ലേണിംഗ്. അപ്പോൾ നമ്മൾ ന്യൂമറിക്കൽസ് അല്ലെ 3 ചാപ്റ്ററിലെ ന്യൂമറിക്കൽസ്, സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഈ 3 ചാപ്റ്ററിലെയും ന്യൂമറിക്കൽസ് മുഴുവനായിട്ട് ചെയ്തിട്ട് ഓണം എക്സാമിലേക്ക് നിങ്ങളെ സെറ്റാക്കാൻ പോവുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സൊല്യൂഷനിലെ ന്യൂമറിക്കൽസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് 0.25 മോളാർ സൊല്യൂഷൻ ഓഫ് യൂറിയ അറ്റ് 37 ഡിഗ്രി സെൽഷ്യസ്. ഒന്നുമില്ലടാ, ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പൈ, രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കണം. ഒന്നിക്കൽ പൈ ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്, പൈ ഈസ് ഈക്വൽ ടു CRT എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പൈ ഈസ് ഈക്വൽ ടു WB/MB ഇൻറ്റു RT/V എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് മക്കൾ ഓസ്മോട്ടിക് പ്രഷർ കാണേണ്ടത്. ഒന്നുകിൽ പൈ ഈസ് ഈക്വൽ CRT അല്ലെങ്കിൽ പൈ ഈസ് ഈക്വൽ ടു WB/MB ഇൻറ്റു RT/V. അപ്പം നിങ്ങൾ എങ്ങനെയാണ്, ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുക എന്നത് നിങ്ങൾക്ക് തരുന്ന ഡാറ്റേനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ ഓൾറെഡി നമുക്ക് 0.25 മോളാർ എന്ന് തന്നാൽ ഇത് കോൺസെൻട്രേഷൻ ആണ്, C ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ കാണേണ്ട ആവശ്യമില്ല, കോൺസെൻട്രേഷൻ ഗിവൺ ഡാറ്റയാണ്. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം സിമ്പിളായിട്ട്. അപ്പോൾ നമ്മൾ പറയുകയാണെ പൈ ഈസ് ഈക്വൽ, മക്കളെ പറഞ്ഞേ, പൈ ഈസ് ഈക്വൽ ടു ഓസ്മോട്ടിക് പ്രഷർ, പൈ ഈസ് ഈക്വൽ ടു C തന്നിട്ടുണ്ട്. എത്രയാ കോൺസെൻട്രേഷൻ? എത്രയാ? 0.25 മോളാർ ആണെന്നറിയാം. R എത്രയാ? R ഓൾറെഡി ഗിവൺ ഡാറ്റയാണ്, 0.083. അതെപ്പോഴും ഗിവൺ ആയിരിക്കും, ആ വാല്യൂ എപ്പോഴും ഗിവൺ ആയിരിക്കും. ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആറിൻ്റെ വാല്യൂ കെൽവിനിലായതുകൊണ്ട് ടെമ്പറേച്ചർ എപ്പോഴും കെൽവിനിലേക്ക് മാറ്റണം. 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 310 കെൽവിൻ ആണ്. 310 കെൽവിൻ. ക്ലിയർ അല്ലേ? യെസ്, ആൻസർ ഇവിടെ ഉണ്ട്. 6.43 ബാർ ആണ്. ക്ലിയർ? ഓസ്മോട്ടിക് പ്രഷർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓസ്മോട്ടിക് പ്രഷറായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് എൻ അക്വസ് ഡയലൂട്ട് സൊല്യൂഷൻ ഈസ് ഗിവൺ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അഥവാ ΔP/P0 അവർ തന്നിട്ടുണ്ട്. എത്രയാ? 0.018 ആണ്. എന്താണ് ആ സൊല്യൂഷന്റെ മോൾ ഫ്രാക്ഷൻ? ആ സൊല്യൂഷനിൽ സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? റിലേറ്റീവ് റൗൾസ് ലോ പഠിച്ചിട്ടില്ലേ? റിലേറ്റീവ് ലോവറിംഗ് ഇത് പഠിച്ചിട്ടുണ്ട്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ്. അതായത് തന്നിരിക്കുന്ന റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ തന്നെയാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്നാണ് പറയുന്നത്. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ് ക്വസ്റ്റ്യൻ. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് Kb ഈസ് ഈക്വൽ ടു 0.018 തന്നെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആയി. വളരെ സിമ്പിൾ ആണ്. സൊല്യൂഷനിലൊക്കെ ന്യൂമറിക്കൽസ് വളരെ സിമ്പിൾ ആണ്. ഒന്ന് എഫേർട്ട് എടുത്താൽ ചെയ്യാൻ പറ്റും. യെസ്, എല്ലാത്തിൻ്റെയും ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ലൈഡ് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയിരിക്കും. റെഡിയാണ്. നെക്സ്റ്റ്. ഓക്കെ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. ഒന്നുമില്ല, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ നിന്ന് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞത്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് മക്കളെ അൺനോൺ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. സിമ്പിൾ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ΔTB ആണ്. ΔTB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. റെഡി അല്ലേ? യെസ്, എം എന്താ അറിയാം? മക്കൾക്കറിയാം എം എന്താ? മൊളാലിറ്റി ആണ്. മൊളാലിറ്റി കാണാൻ നമുക്കറിയാം WB/MB ഇൻറ്റു 1000/WA ആണ്. 1000/WA. ഇതിൽ MB ആണ് കാണേണ്ടത്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് കാണേണ്ടത്. വളരെ ഡയറക്റ്റ് ആണ്. മൊളാലിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചാൽ മതി. WB എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആണ്. MB എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. B ഫോർ സൊല്യൂട്ട്, A ഫോർ സോൾവെന്റ് ആൻഡ് B ഫോർ സൊല്യൂട്ട്. അപ്പോൾ WB എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. MB എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. WA എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ്. ക്ലിയർ ആണ്? സോ നമുക്ക് ആ ഇക്വേഷൻ മാറ്റാം. ΔTB നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്നുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്നും അൺനോൺ സൊല്യൂട്ടിന്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. സോ KB ഇൻറ്റു എമ്മിന് പകരം WB/MB ഇൻറ്റു 1000/WA. 1000/WA ഇരടില്ലേ? അപ്പോൾ നമുക്ക് എന്ത് കാണാം? MB കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Calculate the depression of freezing point of 0.2 molar solution. K for water is 1.86.
ഒന്നുമില്ല, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കാണാൻ പറഞ്ഞാൽ ഡെൽറ്റ ടി എഫ് രണ്ട് രീതിയിൽ കാണാം. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം ഒന്നിക്കൽ. അല്ലെങ്കിൽ ഇക്വേഷൻ ഡെൽറ്റ, രണ്ടും ഒരേ ഇക്വേഷനാണ്, ചെറിയ മാറ്റം വരുത്തിയത്. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എമ്മിന് പകരം കൊടുക്കുക ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു 1000 ബൈ ഡബ്ല്യു എ. നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് ഡെൽറ്റ ടി എഫ് ആണ് കാണേണ്ടത്. ഡെൽറ്റ ടി എഫ് കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? മൊളാലിറ്റി തന്നിട്ടുണ്ട്, എം തന്നിട്ടുണ്ട്, കെ എഫ് തന്നിട്ടുണ്ട്, 1.86 ആണ് തന്നിട്ടുണ്ട്. സോ ഡെൽറ്റ ടി എഫ് വളരെ ഈസി ആയിട്ട് മക്കൾ കാണാം. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു 1.86 ഇൻറ്റു എം എത്രയാ? 0.2 ആണ്. സോ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആയല്ലേ. അപ്പൊ മൊളാലിറ്റി തന്നു കഴിഞ്ഞാൽ ഡെൽറ്റ ടി എഫ് കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. കെ എഫ് ഗിവൺ ഡാറ്റയാണ്, മൊളാലിറ്റിയും ഗിവൺ ഡാറ്റയാണ്. സോ ആൻസർ ഇവിടെയുണ്ട്, 0.372 കെൽവിൻ ആണ്. ഓക്കെ അല്ലേ? അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകില്ലേ? വളരെ ഈസി ആയിട്ട് തോന്നുന്നില്ലേ സൊല്യൂഷനിലെ പ്രോബ്ലംസ് ഒക്കെ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. എ മിക്സർ ഓഫ് 3.2 gram ഓഫ് മെത്തനോളിന്റെ മോളാർ മാസ് അതിനടുത്ത് 32 U ആണ്. And 4.6 gram of ethanol, molar mass 46 ആണ്. Find the mole fraction of each component. മെത്തനോളിൻ്റെയും എത്തനോളിൻ്റെയും മോൾ ഫ്രാക്ഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ എങ്ങനെയാണ് കാണുക എന്ന് പറഞ്ഞാൽ, മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ കാണണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ റെഡി അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ കാണാൻ സിമ്പിൾ ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തനോൾ കാണാം. മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തനോൾ കാണാൻ വളരെ ഈസിയാണ്. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ ചെയ്താൽ മതി. കാരണം സം ഓഫ് മോൾ ഫ്രാക്ഷൻ എപ്പോഴും 1 ആയിരിക്കും. മെത്തനോൾ പ്ലസ് എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. സോ എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ കാണണേ ഒന്നുമില്ലടാ, 1 ആരെ മൈനസ് ചെയ്യുക? മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ അങ്ങ് മൈനസ് ചെയ്യുക. ക്ലിയർ ആണല്ലേ? സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ കാണണം നമുക്ക്. നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ കാണണമെങ്കിൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. ഗിവൺ മാസ് എത്രയാ? 3.2 ആണ്. മോളാർ മാസ് 32 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്, 0.1 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ കാണും. നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ 4.6 ഡിവൈഡ് ബൈ 46 ആണ്. ഗിവൺ മാസ് ബൈ മോളാർ മാസ് ദാറ്റ് ഈസ് 0.1 ആണ്. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ എത്ര? മെത്തനോൾ എത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ ദാറ്റ് ഈസ് ഇറ്റ്സ് ഈക്വൽ ടു 0.1 ബൈ 0.2. 0.1 by 0.2 that is 1/2 ആണ്. 1/2 എത്രയാ? 0.5 ആണ്. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ 0.5 ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ 0.5 ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തനോൾ എത്രയായിരിക്കും? 0.5 ആയിരിക്കും. കാരണം സം ഓഫ് മോൾ ഫ്രാക്ഷൻ എപ്പോഴും 1 ആയിരിക്കും. എടാ, മെത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ 0.5 ആണെങ്കിൽ എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ 0.5 ആയിരിക്കണം. 0.5 ആയിരിക്കണം. കാരണം സം ഓഫ് മോൾ ഫ്രാക്ഷൻ എപ്പോഴും 1 ആ. ഈസി അല്ലേ പ്രോബ്ലം? യെസ്. Next question. Calculate the osmotic pressure exerted by a solution prepared by dissolving 1.5 gram of polymer. ഓരോന്നായിട്ട് നമുക്ക് ഇതാ 1.5 എന്ന് പറഞ്ഞാൽ WB ആണ്. WB മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. യെസ്, 1,85,000 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് MB ആണ്. വോളിയം വി തന്നിട്ടുണ്ട്. വോളിയം വി എത്രയാ? വോളിയം വി ഈസ് ഈക്വൽ ടു 0.5 ലിറ്റർ. 0.5 ലിറ്റർ അതാണ് വോളിയം. എങ്ങനെയാ 0.5 ആയതെന്നല്ലേ? ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ ആറിന്റെ വാല്യൂ വേണം. ആറിന്റെ വാല്യൂ ലിറ്ററിലാണുള്ളത്. ലിറ്ററിലാണെങ്കിൽ നമ്മൾ മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 500 ml എന്ന് പറഞ്ഞാൽ 500 ഡിവൈഡ് ബൈ 1000 ആണ് 0.5 ലിറ്റർ. ക്ലിയർ ആണ്? ടെമ്പറേച്ചർ കണ്ടേ? ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ്, പോരാ, കെൽവിനിലേക്ക് മാറ്റണം. 310 കെൽവിൻ ആണ്. 310 കെൽവിൻ. കാരണം ആറിന്റെ വാല്യൂ കെൽവിനിലാണുള്ളത്. ആറിന്റെ വാല്യൂ കെൽവിനിലായതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നമ്മൾ കെൽവിനിലേക്ക് മാറ്റിയേ പറ്റൂ. സോ ഓസ്മോട്ടിക് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പൈ ഈക്വൽ എന്താ? WB by MB ഇൻറ്റു RT by V എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. WB എത്രയാ? ഓൾറെഡി ഗിവൺ ഡാറ്റയാണ്. 1.5 ആണ്. WB 1.5 ആണെന്ന് അറിയാം. MB 1,85,000 ആണ്. 1,85,000.
ആർ എത്രയാ 0.0821 ആണ്. ടി എത്രയാ 310 കെൽവിൻ ആണ്. വോളിയം എത്ര? വോളിയം തന്നിട്ടുണ്ട് 0.5 ലിറ്റർ ആണ്. 0.5 ലിറ്റർ. സോ ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഈക്വൽ ടു 4.13 × 10⁻⁻⁴ അറ്റ്മോസ്ഫിയർ ആണ്. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസിൻ ഈസ് 353.23. ബെൻസീന്റെ ബോയിലിംഗ് പോയിന്റ് അഥവാ T0B തന്നിട്ടുണ്ട്. ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ ബെൻസീൻ 1.8 ഗ്രാം എന്ന് പറഞ്ഞാൽ WB മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. മാസ് ഓഫ് സൊല്യൂട്ട്. volatile solute dissolved in 90 gram of benzene. mass of solvent ഇതാ 90 gram of benzene mass of solvent ആണ്. ക്ലിയർ അല്ലേ? boiling point of solution boiling point of solution കിട്ടി, TB കിട്ടി. boiling point of solution and KB for water is KB for benzene ഇതാണ് KB for benzene 2.53. നമുക്ക് കാണേണ്ടത് the boiling point of calculate the molar mass of solute ആണ്. ഡെൽറ്റ ടി ബി തന്നാൽ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ ടി ബി is equal to KB into WB by MB ഞാൻ എഴുതില്ല into 1000/WA MB എഴുതാത്ത MB കാൽക്കുലേറ്റ് ചെയ്യേണ്ട സാധനമായതുകൊണ്ട് അതിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് MB എഴുതാത്ത. MB ഇവിടെ ഇത് MB. ക്ലിയർ അല്ലേ? യെസ്. MB കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് MB കാൽക്കുലേറ്റ് ചെയ്യുക? ഡെൽറ്റ ടി ബി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ഡെൽറ്റ ടി ബി കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് ആണ്. സൊല്യൂഷൻ ഉപ്പ് വെള്ളം 101 ഡിഗ്രിയിൽ ബോയിൽ ചെയ്യും, വെള്ളം 100 ഡിഗ്രിയിൽ ബോയിൽ ചെയ്യും. ബോയിലിംഗ് പോയിന്റ് കൂടി എത്രയാ? 1 ആണ്. 101 100 മൈനസ് ചെയ്തു. ക്ലിയർ അല്ലേ? സോ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് 354.11 ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് കടത്തിട്ടുണ്ട് 353.23 ആണ്. ഇതിന്റെ വാല്യൂ ഇടുക 0.88 ആണ്. 0.88 ഇതാണ് ഡെൽറ്റ ടി ബി. ഡെൽറ്റ ടി ബിക്ക് പകരം 0.88 കൊടുക്കുന്നു. ദാറ്റ് ഈസ് കെ ബിക്ക് പകരം 2.53 കൊടുക്കുന്നു. WB എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. മാസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ് തന്നിരിക്കുക? മാസ് ഓഫ് സൊല്യൂട്ട് 1.80 ആണ്. 1.80. MB കാണണം 1000. WA എത്രയാണെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. WA = 90 ഗ്രാം ആണ്. 90 ഗ്രാം. ക്ലിയർ? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളാർ മാസ് കിട്ടി. ഇറ്റ്സ് 57.5 ഗ്രാം പെർ മോൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ മക്കൾ നോക്കി, ഇത്രയും വാല്യൂസ് എല്ലാ വാല്യൂസും അവിടെ എഴുതിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് വാല്യൂ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണ്. 200 cm³ of an aqueous solution of protein contain 1.26 gram of protein. 200 cm³ എന്ന് പറഞ്ഞാൽ വോളിയം ആണ്. വോളിയം 200 cm³ എന്ന് പറഞ്ഞാൽ 0.2 ലിറ്റർ ആണ്. കാരണം ഓസ്മോട്ടിക് പ്രഷർ കാണുക എന്ന് പറഞ്ഞാൽ വോളിയം ലിറ്ററിലായിരിക്കണം. വോളിയം എന്തായിരിക്കണം? ലിറ്ററിലായിരിക്കണം. ടെമ്പറേച്ചർ കെൽവിനിലായിരിക്കണം. അപ്പൊ 200 cm³ ഡിവൈഡഡ് ബൈ 1000 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 ലിറ്റർ. ക്ലിയർ ആണല്ലോ? WB പ്രോട്ടീനിന്റെ മോളാർ മാസ്, പ്രോട്ടീനിന്റെ വെയിറ്റ് WB തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ കെൽവിൻ 300 കെൽവിൻ ആണ്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഓസ്മോട്ടിക് പ്രഷർ പൈ തന്നിട്ടുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ പൈ ഗിവൺ ഡാറ്റ ആണ്. 8.3 × 10⁻². കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ ആണ്. മോളാർ മാസ് കാൽക്കുലേറ്റ് ഈസി ആണ്. പൈ ഈസ് ഈക്വൽ ടു WB by MP into RT/V ആണ്. RT/V സിമ്പിൾ അല്ലേ? എന്താണ് കാണുന്നത്? MB കാൽക്കുലേറ്റ് ചെയ്യണം. ഓസ്മോട്ടിക് പ്രഷർ ഗിവൺ ഡാറ്റയാണ്. 8.3 × 10⁻² ആണ്. ക്ലിയർ അല്ലേ? WB എത്രയാ? 1.26 ആണ്. 1.26. MB കാൽക്കുലേറ്റ് ചെയ്യണം. R എത്രയാ? 0.0821 ആണ്. T എത്രയാ? T 310 കെൽവിൻ ആണ്. 310 കെൽവിൻ. ടെമ്പറേച്ചർ ഗിവൺ ഡാറ്റയാണ്. ടെമ്പറേച്ചർ എത്ര ഡിഗ്രി? ടെമ്പറേച്ചർ ഈസ് ഗിവൺ 300 കെൽവിൻ. 310 അല്ല, 300 കെൽവിൻ ആണ്. 300 കെൽവിൻ. വോളിയം ഈസ് ഗിവൺ. വോളിയം 0.2 ലിറ്റർ ആണ്. ക്ലിയർ അല്ലേ? സോ ഓസ്മോട്ടിക് പ്രഷർ മോളാർ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ കിട്ടുന്ന മോളാർ മാസ് 1890 ഗ്രാം പെർ മോൾ. സെറ്റ് അല്ലേ? വലിയ ടഫ് ഒന്നല്ല. ഈസി ആയിട്ട് വാല്യൂ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലേ? മാസ് ഓഫ് സൊല്യൂട്ട്, ഓസ്മോട്ടിക് പ്രഷർ, വോളിയം ലിറ്ററിലേക്ക് മാറ്റണം, ടെമ്പറേച്ചറിനെ കെൽവിനിലേക്ക് മാറ്റണം.
ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ എന്ന് പറഞ്ഞാൽ മക്കൾ മനസ്സിലാക്കേണ്ടത് ആറിൻ്റെ വാല്യൂ ഇല്ലേ, ആറിൻ്റെ വാല്യൂ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ ഇൻവേഴ്സ് സ്മോൾ ഇൻവേഴ്സ്, ടെമ്പറേച്ചർ കെൽവിനിലും പ്രഷർ അറ്റ്മോസ്ഫിയറിലും അല്ലെങ്കിൽ ബാറിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് 0.4 gram of non-electrolyte dissolved in 20 gram benzene lowered the freezing point by 0.75 Kelvin. Freezing point depression constant of benzene is 5.12. Find the molar mass of solute. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സെയിം ടൈപ്പ് പ്രോബ്ലമാണ് ഞാനിവിടെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. ഓക്കെ, ഇവിടെ ഗിവൺ ഡാറ്റ കൊടുത്ത് നേരത്തെ ചെയ്തിട്ടുണ്ട്, സെയിം ടൈപ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഡിഫൈൻ മൊളാരിറ്റി. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 10 gram of NaOH in 40 ml solution. 10 gram mass of solute given ആണ് WB. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് MB എന്ന് പറഞ്ഞാൽ NaOH ആയതുകൊണ്ട് 40 ആണ്. 40 വോളിയം 450 ml ആണ്. വോളിയം 450 ml ആണ്. മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ M is equal to WB by MB into 1000 by വോളിയം ഇൻ ml ആണ്. വോളിയം ഇൻ മില്ലി ലിറ്റർ. WB എത്രയായെന്ന് വെച്ചാൽ 10 gram ആണ്. മോളാർ മാസ് MB എത്രയാണെന്ന് വെച്ചാൽ 40 ആണ്. ഇൻറ്റു 1000 വോളിയം ഇൻ ml 500 ആണ്. യെസ്, ഇതാണ് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. യെസ്, മൊളാരിറ്റി ഈക്വൽ എത്രയാ 0.55 ആണ്. ക്ലിയർ ആണ്, ഓക്കെ ആണ്.